ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് അവരുടെ അപ്പീൽ. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇരട്ട ജീവപര്യന്തം റദ്ദ് ചെയ്യണമെന്നാണോ അവരുടെ മുഖ്യ ആവശ്യം? ആണ് എസ് കെ. ഈ നമ്മുടെ വിചാരണ കോടതിയുടെ വിധിക്ക് എതിരെ പ്രതികൾ നൽകിയ ഹർജി, ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. വിചാരണ കോടതി തീരുമാനിച്ചതിൽ നിന്നും അതിനൊപ്പം ശിക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി. 20 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ആനുകൂല്യം ശിക്ഷാ ഇളവിന്റെ കാര്യത്തിൽ ആലോചിക്കാവൂ എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ ഈ വിധിയുടെ ഭാഗമായിട്ട് ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ ഈ കേസിലെ വിചാരണയുടെ ആനുകൂല്യം ലഭിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ പരിഗണിക്കാതെയാണ് വിഷയങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്തിയത്. തീർപ്പ് കൽപ്പിച്ചപ്പോൾ വസ്തുതകൾ പരിഗണിക്കാതെ പൊതുവികാരം എന്ന വസ്തുത മാത്രമാണ് കണക്കിലെടുത്തത്. പൊതുവികാരം കണക്കിലെടുത്തത് കൊണ്ടാണ് തങ്ങൾ കൂടുതൽ ശിക്ഷയ്ക്ക് ഇരയാകേണ്ടി വരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തെളിവുകൾ വെച്ച് പരിശോധിച്ചാൽ തങ്ങളുടെ നിരപരാധിത്വമാണ് ബോധ്യപ്പെടുക. ആ സാഹചര്യത്തിൽ ഈ ശിക്ഷ റദ്ദാക്കണം എന്നുള്ളതാണ് പ്രതികളുടെ ആവശ്യം. പ്രതികൾ നൽകിയിരിക്കുന്ന ഹർജി അത് സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. ഈ സുപ്രീം കോടതിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ വെക്കേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെക്കേഷന് ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിയുടെ ഇതിലേക്ക് സുപ്രീം കോടതി കടക്കാനായിട്ട് പോകുന്നത്. പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ ഹാജരാകും ഈ ടി.പി. കേസിലെ പ്രതികൾക്ക് വേണ്ടി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രതികൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രതികൾക്ക് വേണ്ടി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകരെയാണ് അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എസ് കെ. രാധാകൃഷ്ണൻ.